പാഠം 108 ചൊട്ടയിലെ ശീലം. മോഹനേട്ടൻ ഇന്ന് നേരത്തെ ഇറങ്ങിയോ? മണി 5:15 ഉള്ളൂ. ആഫീസിൽ നിന്ന് കുറച്ച് നേരത്തെ ഇറങ്ങി. ഒരു ഇൻസ്പെക്ഷൻ ഉണ്ടായിരുന്നു. ഇൻസ്പെക്ഷൻ കഴിഞ്ഞ പാടെ ഇങ്ങോട്ട് വന്നു. മോഹനേട്ടൻ ഇത്ര നേരത്തെ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ചായ ഉണ്ടാക്കിയില്ല. അല്ല, ഒന്നുമില്ല. ചായ പതുക്കെ ഉണ്ടാക്കിയാൽ മതി. അല്ലെങ്കിൽ തന്നെ ചായ കുടിക്കേണ്ട സമയം ആയില്ലല്ലോ. അല്ലെങ്കിലും ചായ ഉണ്ടാക്കുന്നതിൽ നിന്നെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? നീ ആഫീസിൽ തിരിച്ചു വന്നിട്ട് കുറച്ചു നേരമല്ലേ ആയുള്ളൂ. ചായ ഉണ്ടാക്കാനുള്ള സാവകാശം കുട്ടിക്കും കിട്ടണ്ടേ? ഞാൻ പോയി ഈ ഷർട്ടും മുണ്ടുമൊക്കെ സാവകാശം മാറി വരുമ്പോഴേക്കും നീ വളരെ പതുക്കെ ചായ ഉണ്ടാക്കിയാൽ മതിയാവും. ഇനിയിപ്പോ അഥവാ കുട്ടിക്ക് വയ്യായെന്നുണ്ടെങ്കിൽ ചായ കിട്ടിയില്ലേലും കുഴപ്പമില്ല. ശരി, തുടക്കത്തിൽ അറിയാതെ ദേഷ്യപ്പെട്ടു പോയി, ക്ഷമിക്കണേ. ഇതെന്താ ഇങ്ങനെ? അയ്യോ, വന്നപാടെ ചായ കിട്ടിയില്ലെങ്കിൽ ഈ കെട്ടിടം കീഴ്മേൽ മറിക്കേണ്ടതായിരുന്നല്ലോ. സ്വാമി കാത്തോളണമേ. ഇതലക്കിയില്ലേ? അയ്യോ മോനേട്ടാ, അത് അലക്കിയിടണമെന്ന് പറഞ്ഞതല്ലായിരുന്നോ? ഞാൻ മറന്നുപോയി. സാരമില്ല, ഞാൻ ഇപ്പൊ തന്നെ കഴുകിയിട്ടോളാം. എന്തിന്? കഴുകിയിട്ട ഷർട്ടുകൾ വേറെയുണ്ടല്ലോ. അല്ല, നാളത്തേക്ക് ഈ ഷർട്ട് തന്നെ വേണമെന്ന് മോഹനേട്ട പറഞ്ഞതല്ലായിരുന്നോ? നാളെ താലൂക്ക് ഓഫീസിൽ പോകേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു. അപ്പോ ഈ ഷർട്ടിട്ട് പോകാമെന്ന് കരുതി. ഇത് പുതിയതാണല്ലോ. പക്ഷെ സാരമില്ല, ഒരു ഷർട്ട് അല്ലെങ്കിൽ വേറൊരു ഷർട്ട്. പോകുന്നത് കല്യാണത്തിലൊന്നല്ലോ, തഹസിൽദാരെ കാണാനല്ലേ. ഇത് കാര്യമായിട്ട് എന്തോ ഉണ്ടല്ലോ. ഉത്തമൻ പറഞ്ഞതുപോലെ മോതിരത്തിന്റെ എഫക്റ്റ് ആയിരിക്കോ? നീ എന്താ പിടിവിളിക്കുന്നേ? അല്ല, ഞാൻ ചായ ഉണ്ടാക്കുന്ന കാര്യം ആലോചിക്കുകയായിരുന്നു. ഞാൻ പോയി ചായ എടുക്കാം. ഭാമേ, ഞാൻ നിനക്കൊരു തരട്ടെ? ഇപ്പോഴോ? ഉമ്മയ്ക്കിപ്പോ അങ്ങനെ സമയം വല്ലതും ഉണ്ടോ? ഭാര്യയും ഭർത്താവുമ്പോ എപ്പോഴെങ്കിലും ഉമ്മ വയ്ക്കാം. മോഹനേട്ടന് കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട്. എന്തായാലും ആദ്യം ചായ, പിന്നെ ഉമ്മ. സ്വാമി, ദേഷ്യം വരാതിരിക്കാൻ അങ്ങുകൂടി ശ്രദ്ധിക്കണം. ഇനിയിപ്പോ ഉത്തമം പറഞ്ഞ ശരിയായിരിക്കോ? ആ മോതിരത്തിന് അങ്ങനെ എന്തെങ്കിലും അത്ഭുതശക്തി ഉണ്ടെങ്കിലോ? ശേ, അങ്ങനെ വരുമോ? ഭാമേ, ആഹാ, നീ ഇത്ര പെട്ടെന്ന് ചായ ഉണ്ടാക്കിയോ? നിന്നെ സമ്മതിക്കണം. വേറെ ഏതെങ്കിലും പെണ്ണായിരുന്നെങ്കിൽ ഒരു ചായ ഉണ്ടാക്കാൻ ഇതിന്റെ ഇരട്ടി സമയം എടുത്തേ. വേറെ ഏതൊക്കെ പെണ്ണുണ്ടാക്കിയ ചായ മോഹനേട്ടൻ കുടിച്ചിട്ടുണ്ടോ? അങ്ങനെയല്ല. എന്തായാലും ഒരു ചായ ഉണ്ടാക്കാൻ എടുക്കുന്ന സമയത്തെ പറ്റി നമുക്കൊരു കണക്കൂട്ടലുണ്ടല്ലോ. ഒന്ന് പരീക്ഷിച്ചാലോ? ഇത്തിരി പഞ്ചസാര കൂടുതലിട്ടാൽ വില്ലേജ് ഓഫീസറുടെ സ്വഭാവം മാറും. ഈ മോതിരത്തിന്റെ ശക്തി ഉള്ളതാണോ അല്ലയോ എന്ന് അറിയണമല്ലോ, അല്ലേ?
ദേഷ്യപ്പെടാൻ പാടില്ല, എപ്പോഴും സ്നേഹത്തോടെ പെരുമാറണം. സ്വാമി ചായ. എന്താ? എന്താ മോനേട്ടാ? ഏയ് ഒന്നുമില്ല, മധുരം കുറച്ചു കൂടുതലാണെന്ന് തോന്നുന്നു. ഇത്രയും മധുരം ഇട്ട വല്ല അസുഖം വരില്ലേ? സാരമില്ല, നീ ഒരു മനുഷ്യജീവിയല്ലേ, യന്ത്രമൊന്നുമല്ലല്ലോ. ഈ പഞ്ചസാര ഇടുമ്പോ ചിലപ്പോ കുറച്ച് കൂടിയൊന്നും കുറഞ്ഞതൊക്കെ ഇരിക്കും. സാരമില്ല. എന്താ നീ ഇങ്ങനെ നോക്കുന്നേ? ഒന്നുമില്ല, സ്വപ്നം കാണുകയാണോന്ന് ആലോചിക്കുകയായിരുന്നു. വേണ്ട വേണ്ട, ഞാൻ പോയി എടുത്തോളാം. മോരട്ട് ചായ കുടിക്കാം. വേണ്ടായിരുന്നു. ഹലോ. വക്കീലെ ഞാനാ. സാറ് പ്രശ്നം വല്ലതും ഉണ്ടാക്കിയോ? എന്റെ ഉത്തമ, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സാറിന്റെ സ്വഭാവത്തിൽ ഭയങ്കര മാറ്റം. ഞാൻ പറഞ്ഞില്ലേ വക്കീലെ, ഇത് ഭയങ്കര സംഭവമാണ്. ആ മോതിരം ഇട്ടിരിക്കുന്നിടത്തോളം കാലം ഇനി മോനയുടെ സാറ് ഒരു പ്രശ്നം ഉണ്ടാകൂല. എന്നാലും ഇങ്ങനെയൊക്കെ സംഭവിക്കുവോ? സംഭവിച്ചല്ലോ. രാവിലെ ഞാൻ പറഞ്ഞപ്പോ വക്കീല് വിശ്വസിച്ചോ? ഇല്ലല്ലോ. ഇപ്പൊ സംഭവം നേരിക്കണ്ടല്ലോ. ഇതാണ് ഞാൻ പറയുന്നത്, എല്ലാ കാര്യങ്ങളിലും യുക്തി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. സാറിന്റെ കയ്യിൽ കിടക്കുന്ന ആ മോതിരത്തിലെ കല്ലിന്റെ ശക്തി എന്താണെന്നാണ് വക്കീല് കരുതിയത്. അപ്പൊ ശരി, ഞാൻ നാളെ വരാം. ആ ലോക്കപ്പിലായി തങ്കമണിയെ ജാമ്യത്തിലെടുക്കാൻ നോക്കിയിട്ട് നടന്നില്ല കേട്ടോ വക്കീലെ. ഇനി വേറെ എന്തെങ്കിലും വഴി നോക്കണം. ശരി. എന്റെ ശിശുപാലൻ ചേട്ടാ, ഇന്നലെ ഒരു ഭയങ്കര തമാശയുണ്ട്. രാത്രി ഞാൻ ഉറങ്ങാൻ കിടക്കുന്നതിന്റെ തൊട്ടു മുമ്പേ ഒരു ഫോൺ എടുത്തപ്പോഴല്ലേ സംഗതി റോങ് നമ്പറാ. പക്ഷേ നല്ല രസികനൊരു മനുഷ്യൻ. പിന്നെ സംസാരിച്ച് നേരം പോയത് അറിഞ്ഞില്ല. പൊന്ന് സ്വയംപ്രഭ സാറേ, സംസാരിക്കുന്നതൊക്കെ കൊള്ളാം. ഇപ്പോഴത്തെ ആണുങ്ങളാ, ഇവന്മാരെ എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. എന്റെ അടുത്ത നമ്പർ അതൊക്കെ അവന്മാര് കയ്യിൽ വെക്കുള്ളൂ. സാറേ, എന്റെ വരുമാന സർട്ടിഫിക്കറ്റിന്റെ കാര്യം. ഒരു അത്യാവശ്യ കാര്യം സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാ ശല്യപ്പെടുത്തുന്നത്. താൻ പോയി ഒരാഴ്ച കഴിഞ്ഞ് വന്നേ. അല്ല സാറേ, തനിക്ക് കാര്യം പറയാൻ മനസ്സിലാവില്ലേ? പോടോ സാറേ. ഇങ്ങോട്ട് എടുത്തോണ്ട് വരികയായി. നമസ്കാരം സാറേ. നമസ്കാരം. എന്തൊക്കെയുണ്ട് തോമസ് കുട്ടി വിശേഷങ്ങൾ? ഒരു വരുമാന സർട്ടിഫിക്കറ്റിനായി 2 ആഴ്ച കൊണ്ട് കയറി ഇറങ്ങിയ സാറേ. അവരവിടെ കൊച്ചു വർത്താനം പറഞ്ഞ് ചിരിക്കുക. എന്നോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. ഓഹോ, അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. എന്റെ ശിശുപാലൻ ചേട്ടാ, അല്ല, അപ്പൊ ഈ സമയത്ത് ഇങ്ങനെ ചിരിച്ച് കളിച്ചിരിക്കുന്നത് ശരിയാണോ? ആ പുളിക്കലെ തോമസ് ഊട്ടിയുടെ സർട്ടിഫിക്കറ്റ് എഴുതി കഴിഞ്ഞോ? അത് പിന്നെ സാറേ, എനിക്കറിയാം. തിരക്ക് കാരണമായിരിക്കും എഴുതാതിരിക്കുന്നത്. ബുദ്ധിമുട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് അതൊന്ന് എഴുതി കൊടുക്കണം. പിന്നെ ശിശുപാല, മറ്റു തിരക്കുകൾ ഒന്നും തന്നെ ഇല്ലെങ്കിൽ എനിക്കൊരു ചായ വാങ്ങിത്തരുന്നത് കൊണ്ട്. വാങ്ങാം സാർ. ശരി, തുടക്കം പഴച്ചു, കുഴപ്പമില്ലല്ലോ. ശിശുപാലൻ ചേട്ടാ, മോഹനേട്ട സാറിന് എന്ത് പറ്റി? നമ്മളെ കളിയാക്കിയതാണോ എന്നൊരു സംശയം. ഏയ്, കളിയാക്കിയതായിരിക്കില്ല. ഇത് വേറെന്തോ ആണ്.